ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 646 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 119 സങ്കീർത്തനം 7 തിരുവചനമാണ്. ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ സംതൃപ്തി നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കുന്നത്. ഇല്ല എന്നുള്ള പരിഭവമാണ് എല്ലായിടത്തും. ഇല്ലാത്ത രോഗം ഉണ്ടെന്ന് ചിന്തിച്ച് ആകുലപ്പെടുന്നവരും ചുരുക്കമല്ല. എന്നാൽ ദൈവം നൽകിയ ആരോഗ്യത്തെക്കുറിച്ചും സൗഖ്യത്തെക്കുറിച്ചും ചിന്തിച്ച് സംതൃപ്തിയോടെ ദൈവത്തിന് നന്ദി പറയുന്ന എത്ര പേര് ഉണ്ടാകും? ഒരിക്കൽ പണമൊന്നുമില്ലാത്ത, ആരോഗ്യം ക്ഷയിച്ചു പോയ ഒരു പാവം മുതുമുത്തശ്ശിയോട് ഒരാൾ ചോദിച്ചു, മുത്തശ്ശി എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ? മുത്തശ്ശി മറുപടി പറഞ്ഞു, ഞാൻ എന്നും ദൈവത്തോട് നന്ദിയുള്ളവളാണ്. എനിക്ക് 2 പല്ലുകളെ ഉള്ളൂ. എന്നാൽ ആ ഉള്ള 2 പല്ലുകളും നേർക്കുനേർ മുകളിലും താഴെയുമാണ്. ദൈവത്തിന് സ്തുതി. പല്ലുകൾ കൊഴിഞ്ഞു പോയതിനെക്കുറിച്ചുള്ള പരാതിയൊന്നും ആ മുത്തശ്ശിക്ക് ഇല്ല. ആരോഗ്യമില്ലാത്തതിനെക്കുറിച്ചോ പണമില്ലാത്തതിനെക്കുറിച്ചോ പരാതിയില്ല. എന്നാൽ ഉള്ള 2 പല്ലുകൾ അത് നേർക്കുനേർ വന്നതിലുള്ള സന്തോഷമാണ് ആ മുത്തശ്ശിക്കുള്ളത്. സംതൃപ്തിയും കൃതജ്ഞതയുമാണ് ആ മുത്തശ്ശിക്ക് ദൈവത്തോട് ഉള്ളത്. നമുക്കും ഈ ഒരു ജീവിത ദർശനം ആവശ്യമാണ്. ആരാണ് വിശുദ്ധൻ എന്നതിന് വില്യം ലോ പറഞ്ഞത്, എപ്പോഴും ദൈവത്തോട് കൃതജ്ഞത ഉള്ളവനും തനിക്ക് ലഭിക്കുന്ന സകലവും ദൈവത്തിൻ്റെ കൃപയാലാണ് എന്നുള്ളതായ വിചാരത്തോടെ ദൈവത്തിന് നന്ദി പറയുവാൻ ഒരുക്കമുള്ള ഹൃദയമുള്ള ആളാണത്രേ. പ്രിയമുള്ളവരെ, ആ ഒരു പരമാർത്ഥമായ ഹൃദയം എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.